AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമാകണം. EP ജയരാജന് CPM നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ EP ജയരാജന് പാർട്ടിയുടെ നിർദ്ദേശം. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ചു നിന്നിരുന്ന EP ജയരാജൻ ഇനി മുതൽ AKG സെന്ററിന്റെ ചുമതലകളിലും സജീവമാകും. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാർട്ടി ചുമതല പങ്കുവച്ചപ്പോൾ AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ 3 പേരെയാണ് ചുമതലപ്പെടുത്തിയത്. EP, AK ബാലൻ, പുത്തലത്ത് ദിനേശൻ. മുതിർന്ന നേതാവെന്ന നിലയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയും EPക്കായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും PB അംഗത്വത്തിലേക്ക് വന്നതോടെ EP ഉടക്കി. സീനിയോറിറ്റി വച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് താനാണെന്നും പാർട്ടി നേതൃത്വം തഴഞ്ഞെന്നും പറഞ്ഞായിരുന്നു EPയുടെ ഒഴിവാകൽ. LDF യോഗത്തിനും അത്യാവശ്യം സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്കും വന്നു പോകുന്നയാളായി EP മാറി. മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും EP വഴങ്ങിയില്ല. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM നേതൃയോഗമാണ് AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും പാർട്ടി മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമാകാനും നിർദ്ദേശം നൽകിയത്. കോടിയേരിയിൽ നിന്നും വ്യത്യസ്തനായി സർക്കാരിന്റെ ചില നയസമീപനങ്ങളോട് MV ഗോവിന്ദൻ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനുമായി അടുത്ത അടുപ്പമുള്ള EP AKG സെന്ററിന്റെ മുഖ്യ ചുമതലയിലേക്ക് വരുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്.